നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. മലപ്പുറത്ത് നിന്നും എൻ്റെ ഒരു സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. അതായത്, നിരവധി ആധ്യാത്മിക ആചാര്യന്മാരെ എനിക്ക് പരിചയമുണ്ട്. അവരെല്ലാവരും മിക്കവാറും ഒരേ പാതയിൽ സഞ്ചരിക്കുമ്പോൾ പല കാര്യങ്ങളിലും സാറ് വിപരീത ദിശയിൽ സഞ്ചരിക്കുന്നു. അതിന് ന്യായീകരണങ്ങളും പറയാറുണ്ട്. ഈ അടുത്ത കാലത്ത് സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതിന് നല്ലതിന് എന്ന വാചകങ്ങൾ തുടങ്ങുന്ന ഗീതാസാരം എന്ന അർത്ഥത്തിൽ പ്രചരിക്കുന്ന കാര്യം ഗീതാവിരുദ്ധമാണെന്നും മറ്റും ചിലർ പറയുമ്പോൾ സാറ് ആ ശ്ലോകത്തെ അംഗീകരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചു. അതൊന്നും കൂടി വ്യക്തമാക്കാമോ? അന്ന് പറഞ്ഞപ്പോൾ കുറേയൊക്കെ മനസ്സിലായി, എങ്കിലും ഒന്നുകൂടി വ്യക്തമാക്കാമോ? ഇത് എല്ലാവരും ഒരേപോലെ സഞ്ചരിക്കുന്നു എന്നതുകൊണ്ട് ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ. കുറച്ചും കൂടി ഡീപ്പായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഇപ്പം പ്രത്യക്ഷത്തിൽ സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതിന് എന്ന അർത്ഥം വരുന്ന ശ്ലോകം അതിലില്ല. പക്ഷേ ഗീതയിലെ ഓരോ ശ്ലോകങ്ങളെടുത്ത് വ്യാഖ്യാനിച്ച് നോക്കുമ്പോഴും, പല ശ്ലോകങ്ങളെടുത്ത് വ്യാഖ്യാനിച്ച് നോക്കുമ്പോഴും പരോക്ഷമായിട്ട് അങ്ങനെ അർത്ഥം വരുന്നുണ്ട്. ഇനി ഒരു ഉദാഹരണത്തിന് ഒരു ശ്ലോകം നമ്മൾ എടുക്കാം. ഇപ്പോൾ സാംഖ്യയോഗത്തിൽ 2-ാം അധ്യായം സാംഖ്യയോഗത്തിൽ 38-ാമത്തെ ഒരു ശ്ലോകം. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സുഖത്തെയും ദുഃഖത്തെയും ലാഭത്തെയും നഷ്ടത്തെയും ജയത്തെയും തോൽവിയെയും ഒരേപോലെ കരുതിയിട്ട് പോരിനൊരുങ്ങുക. ഇപ്രകാരമായാൽ നിന്നെ പാപം തീണ്ടില്ല. അർജുനന് കൊടുക്കുന്നു ഉപദേശം. ഇത് നമുക്കും ബാധകമാണ്. നമ്മളും ജീവിതത്തിൽ ഒരു പോരിനൊരുങ്ങുക തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ജയത്തെയും തോൽവിയെയും നഷ്ടത്തെയും ലാഭത്തെയും ഒരേപോലെ കാണുക. ഇതെന്തിനു വേണ്ടിയുള്ള ഉപദേശമാണ്? നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ തിന്മയ്ക്ക് വേണ്ടിയിട്ടാണോ? നമുക്ക് സുഖത്തിന് വേണ്ടിയിട്ടാണോ ദുഃഖത്തിന് വേണ്ടിയിട്ടാണോ? സുഖത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? നിന്നെ പാപം തീണ്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജയത്തെയും തോൽവിയെയും ഒരേപോലെ കാണുക എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് മാനസികാവസ്ഥയാണ്. തോറ്റു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഒന്ന്, ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഒന്ന്. അപ്പോൾ തോറ്റു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥയെ പോലെ ജയത്തെ കാണണോ, അതോ ജയിച്ചാൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥയെ പോലെ തോൽവിയെ കാണണോ? ഇത് രണ്ടും രണ്ടാണ്. ജയിച്ചാൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം, സമാധാനം, ഒരാത്മസംതൃപ്തിയൊക്കെ ഉണ്ട് ജയിച്ചാൽ. അതേപോലെ തോൽവിയെ കാണണമോ, അതോ തോറ്റു കഴിഞ്ഞാൽ നിരാശയാണ് നമുക്കുണ്ടാവുക അല്ലേ? അപ്പോൾ ആ നിരാശയാണ്. ആ നിരാശയെപ്പോലെ ജയത്തെ കാണണോ? ഏതാണ് ഉണ്ടാവുക? ഏതാ എടുക്കേണ്ടത്? തീർച്ചയായിട്ടും ജയിച്ചാലുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തോ അതേപോലെ തോറ്റാലുണ്ടാകുന്ന മാനസികാവസ്ഥയും വരണം. അല്ലെങ്കിൽ തോറ്റാലും അതേപോലെ ഉണ്ടാകണം. ഇതല്ലേ അല്ലേ? അപ്പോൾ പിന്നെ സംഭവിച്ചൊക്കെ നല്ലതിനല്ലേ? എന്ത് വന്നാലും നമുക്ക് മനസ്സമാധാനമാണ്. കാരണം ജയിച്ചാലും തോറ്റാലും നമ്മൾ ഒരേമാതിരിയാണ് കാണുന്നത്. എങ്കിൽ ലാഭം വന്നാലും നഷ്ടം വന്നാലും നമ്മൾ ലാഭം ഉണ്ടായ പോലെയാണ് കാണുന്നതെങ്കിൽ പിന്നെ ഇപ്പം എന്താ പ്രശ്നം? പിന്നെ എവിടെയാണ് സംഭവിച്ചൊക്കെ നല്ലത്? എന്ത് സംഭവിച്ചാലും നമ്മളതിനെ നന്മയായിട്ടേ കാണുന്നുള്ളൂ എങ്കിൽ, ജയമായിട്ടേ കാണുന്നുള്ളൂ എങ്കിൽ, ലാഭമായിട്ടേ കാണുന്നുള്ളൂ എങ്കിൽ പിന്നെ എവിടെയാ നഷ്ടം? എവിടെയാ? അപ്പോൾ സംഭവിച്ചൊക്കെ നല്ലതിനല്ലേ? ഇതേപോലെ മുന്നോട്ട് പോയാൽ സംഭവിക്കാൻ പോകുന്നത് നല്ലതിനല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതിന് തന്നെയല്ലേ? ചിന്തിക്കുക. സംഭവിച്ചതെല്ലാം നല്ലതിനെ എന്ന് പറയുമ്പോൾ അതിൽ ദോഷം ഉണ്ടാകാൻ വഴിയില്ല. കാരണം എന്താ? ഇവിടെ തന്നെ പറഞ്ഞിട്ട് ജയത്തെയും തോൽവിയെയും ഒരേപോലെ കാണുക. അപ്പം തോൽവി പോലെ ജയത്തെ കാണുകയല്ല, ജയത്തെ പോലെ തോൽവിയെ കാണുക. ജയിച്ചാൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തോ അതേ മാനസികാവസ്ഥയിൽ തോറ്റാലും ഉണ്ടാവുക.
ലാഭം കിട്ടിയാൽ ഏത് മാനസികാവസ്ഥയാണോ ഉണ്ടാകുന്ന അതേ അവസ്ഥ നഷ്ടം സംഭവിച്ചാലും ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ മനസ്സിലെപ്പോഴും നന്മയല്ലേ ഉള്ളൂ, എപ്പോഴും പോസിറ്റീവല്ലേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ, അല്ലേ? അപ്പോൾ സംഭവിച്ചൊക്കെ നല്ലതിന് തന്നെയല്ലേ? എന്ത് സംഭവിച്ചാലും നമ്മൾ നല്ലതായിട്ടേ കാണുന്നുള്ളൂ, ശരിയല്ലേ? പോസിറ്റീവല്ലേ കാണുന്നുള്ളൂ. എന്ത് സംഭവിച്ചു? ഞാനൊരു പരീക്ഷയിൽ തോറ്റു, അതെ, ജയിച്ചാലുണ്ടാകുന്ന മാനസികന്തം അതേപോലെ തന്നെ ഞാൻ കാണുന്നു. ഇനി ഒന്നുകൂടി എഴുതുക, പ്രശ്നം തീർന്നു. ഇതിലെന്താ ദുഃഖിക്കാനുള്ളത്? എനിക്ക് നഷ്ടം സംഭവിച്ചു. നഷ്ടം സംഭവിച്ചു, അതിന് നഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ ഉള്ളത്? നഷ്ടത്തിന് എന്താ എനിക്ക് നഷ്ടത്തിനുള്ളത്? ഞാൻ കൊണ്ടുവന്നത് രണ്ടെണ്ണമാണ്, കാമവും ക്രോധവും. ഞാൻ കൊണ്ടുപോകുന്നത് രണ്ടെണ്ണമാണ്, പുണ്യവും പാപവും. ബാക്കിയുള്ളതൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടു. എവിടെ? ഞാൻ നേടിയതാണോ അതൊക്കെ? അല്ലല്ലോ. ആണോ? അതന്നെയല്ലേ ചോദിക്കുന്നത്. പിന്നെ എവിടെ നഷ്ടം? എൻ്റെ കാമവും ക്രോധവും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നല്ല കാര്യമാണത്. നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട നീ ശ്രേഷ്ഠനാണ്. അതാണ് നഷ്ടപ്പെടേണ്ടത്. അത് നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ നീ കൊണ്ടുപോകുമ്പോൾ പുണ്യവും പാപവുമായിട്ട് നീ പോകുന്നു. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ്. കാരണം ഇതൊന്നും നിൻ്റെ അല്ല. ഇത് തന്നെയല്ലേ ആ വാചകങ്ങളിൽ പറയുന്നത്? ഇതൊരു സത്യവുമല്ലേ? അല്ലേ? അപ്പം ഗീതയിലെ ഓരോ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ആന്തരികമായിട്ട് അർത്ഥം അങ്ങനെ വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഗീതാവിരുദ്ധം? ഇപ്പം ഇതിലെങ്ങനെയാണ്? സുഖത്തെയും ദുഃഖത്തെയും ഒരേ മാതിരി കാണണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അത്. മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ പറയുന്നത്. അപ്പം സുഖം പോലെ ദുഃഖത്തെ കാണുക, ജയം പോലെ തോൽവിയെ കാണുക, ലാഭം പോലെ നഷ്ടത്തെ കാണുക. അങ്ങനെ കണ്ട് ശീലിച്ചാൽ പിന്നെ എല്ലാം നല്ലതിന് തന്നെയല്ലേ? അല്ലേ? ചിന്തിക്കുക. അപ്പം അതുകൊണ്ട് ഇത് പെട്ടെന്ന് പിന്നെ വേറൊന്ന്, പിന്നെ നമ്മൾ നോക്കൂ, കഴിഞ്ഞ സംഭവങ്ങളൊക്കെ നോക്കൂ, നല്ലതിനല്ലേ? ഏകകോശ ജീവി മുതൽ സ്വയം അറിയുന്ന മനുഷ്യൻ വരെ ഇവിടെ പ്രപഞ്ചത്തിലുണ്ടായി, അല്ലേ? നല്ലതിനല്ലേ? ഓരോ ദിവസവും നമ്മൾ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ ചെയ്യുന്നു. പ്രപഞ്ച രഹസ്യം അറിയാൻ വേണ്ടി അവൻ ദാഹിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നല്ലതിനല്ലേ? അല്ലേ? ചിന്തിച്ചു നോക്കുക. രാമൻ ജനിച്ചത് നല്ലതിനായിരുന്നില്ലേ? നമുക്ക് രാമനെ ആരാധിക്കാൻ, രാമക്ഷേത്രങ്ങളിൽ പോവുകയൊക്കെ ചെയ്യാം, അല്ലേ? പക്ഷെ രാമൻ ജനിക്കാൻ കാരണം എന്താണ്? രാവണൻ ഉണ്ടായത് കൊണ്ടാണ്, അല്ലേ? രാവണൻ ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ രാവണൻ ആരെയും ദ്രോഹിക്കാതെ സാത്വികമായിട്ട് ജീവിക്കുന്നവനായിരുന്നെങ്കിൽ രാമൻ ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അപ്പം രാമനെ കിട്ടിയത് രാവണൻ മുഖാന്തരമല്ലേ? അപ്പം രാവണൻ ഉണ്ടായത് നല്ലതല്ലേ? സംഭവിച്ചത് നല്ലതല്ലേ? രാവണൻ സംഭവിച്ചത് നല്ലതായതുകൊണ്ടല്ലേ രാമനെ കിട്ടിയത്, അല്ലേ? അപ്പം സംഭവിച്ചൊക്കെ നല്ലതിന് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന കയറ്റ ഇറക്കങ്ങൾ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജീവിതത്തിൽ മുന്നോട്ടാണോ പോകുന്നത് നോക്കുക. സാത്വികമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ടല്ലേ? ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കറിയാം, ജനിച്ച മുതൽ ഇങ്ങോട്ടുള്ള അവസ്ഥയിൽ ഒരുപാട് ഉയർച്ച താഴ്ചകളുണ്ട്. പക്ഷേ എനിക്ക് പുരോഗതി ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, പരാജയങ്ങളുണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവസാനം വന്ന് നോക്കുമ്പോൾ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ഒക്കെ സംഭവിച്ചൊക്കെ നല്ലതിന് തന്നെയാണ്. ആ നല്ലതിലേക്കുള്ള വഴിയിൽ കല്ലും മുള്ളും ഉണ്ടായിരിക്കും. ആ കല്ലിനെയും മുള്ളിനെയും ദോഷമായിട്ട് കരുതരുത്. അത് താണ്ടിയിട്ട് വേണം നന്മയിലേക്ക് എത്താൻ. ചിന്തിക്കുക. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സുഖത്തെയും ദുഃഖത്തെയും ഒരേ മാതിരി കാണണം എന്ന് പറയുന്നുണ്ടോ? എന്താ അവിടെ തന്നെ പറയുന്നുണ്ട്, എന്ത്? കയറ്റ ഇറക്കങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാം പോസിറ്റീവായി ചിന്തിക്കുക, എല്ലാം നന്മയായിട്ട് ചിന്തിക്കുക. തോൽവിയെ ജയമായിട്ട് കരുതുക, നഷ്ടത്തെ ലാഭമായിട്ട് കരുതുക, ദുഃഖത്തെ സുഖമായിട്ട് കരുതുക. ഇങ്ങനെ കരുതി എല്ലാറ്റിനെയും പോസിറ്റീവ് നന്മയായിട്ട് കരുതി കഴിഞ്ഞാൽ പിന്നെ എവിടെ ദുഃഖം? ഇല്ലല്ലോ. അപ്പോൾ സംഭവിച്ചൊക്കെ നല്ലതിന് തന്നെയല്ലേ?
അതിനല്ലേ ഉപദേശിക്കുന്നത്, നല്ലതാക്കാൻ വേണ്ടിയിട്ടല്ലേ ഉപദേശിക്കുന്നത്. ഗീത സംഭവിച്ചത് നല്ലതിനല്ലേ. അർജുനൻ പറഞ്ഞപ്പോൾ ഭിക്ഷ എടുത്താലും വേണ്ടില്ല, എനിക്ക് ഇവരോടൊന്ന് യുദ്ധം ചെയ്യാം, എന്നാൽ ശരി നീ അങ്ങനെ പൊയ്ക്കോന്നല്ലല്ലോ പറഞ്ഞത്, ഉപദേശിച്ചു. അവസാനം അർജുനൻ അത് കേട്ടില്ലേ. അപ്പം ഗീത സംഭവിച്ചു. ഗീത സംഭവിച്ചത് നല്ലതിനായിരുന്നില്ലേ? അല്ലേ? ഇനി എന്താ വേണ്ടത്? അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കണം. നമ്മൾ ഒന്നിനെയും തള്ളിക്കളയരുത്. ഇതാരെഴുതിയെന്നൊന്നും എനിക്കറിയില്ല, എങ്ങനെ വന്നു എന്നും എനിക്കറിയില്ല. പക്ഷെ ആ വാചകങ്ങളിൽ ദോഷമൊന്നുമില്ല, ഗീതാവിരുദ്ധമല്ല, സംശയമില്ല. അതേ അർത്ഥം വരുന്ന ശ്ലോകത്തിലില്ല, പക്ഷെ ആന്തരികമായിട്ട് അർത്ഥം ഇതിൽ നിന്ന് ലഭിക്കും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നന്ദി, നമസ്കാരം.